നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എറണാകുളം ജില്ലയിലെ ആലുവ, എറണാകുളം എന്നീ നിയോജക മണ്ഡലത്തിലൂടെയും മലപ്പുറം ജില്ലയിലെ വേങ്ങര നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് കൊച്ചിയുടെ കവാടമെന്നും പെരിയാറിന്റെ തീരമെന്നും അറിയപ്പെടുന്ന ചരിത്രവും വ്യവസായവും സംസ്കാരവും ഒരുപോലെ സമ്മേളിക്കുന്ന ആലുവ മണ്ഡലത്തിലൂടെയാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പട്ടണമാണ് ആലുവ. ഈ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റവും മികച്ച റോഡുകൾ, പാലങ്ങൾ, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ശുദ്ധജല ലഭ്യത എന്നിവയെല്ലാം സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ സഹായത്തോടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കിഫ്ബിയിലൂടെ കേരളത്തിൽ അതിശയിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആലുവ നിയോജക മണ്ഡലം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ വേണ്ടത്ര ഒരു താല്പര്യം ആദ്യമേ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് ആലുവ മാർക്കറ്റ് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥിതിയിലാവുമ്പോഴും കിഫ്ബി ആ മാർക്കറ്റ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ തേടിക്കഴിഞ്ഞപ്പോൾ അത് സ്വന്തം നിലയിൽ പണിയും എന്ന നിലയിലാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ആണ് നടത്തുന്നത്. ഇതുകൂടാതെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ആലുവ നിയോജക മണ്ഡലവുമായി ഉള്ള വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഈ അടുത്ത ദിവസമാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് സാധ്യമാവാൻ പോകുന്നത്. NAD മുതൽ മകളാലയം വരെ 6.6 കിലോമീറ്റർ 722 കോടി രൂപയാണ് അതിൻ്റെ വികസനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആലുവയുടെ ഏറ്റവും വലിയ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നതാണ് ആലുവ പെരുമ്പാവൂർ റോഡ്. ആലുവ പെരുമ്പാവൂർ റോഡ് 4 ലൈൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി 263 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആലുവ മൂന്നാർ റോഡിന് 653 കോടി. 2 റോഡുകളും ഇവിടെ നിന്ന് പെരുമ്പാവൂരിലേക്ക് നാഷണലൈസ്ഡ് റോഡും സ്വകാര്യ വാഹനങ്ങൾ പോകുന്ന ബസ് പോകുന്ന റോഡും ആ തരത്തിൽ നിർമ്മിക്കപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുവന്നൂർ റെയിൽവേ ഗേറ്റ് അത് ഏറ്റവും വലിയ തടസ്സമുള്ളതാണ്. അത് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് അനുവദിച്ച് ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടിട്ടുള്ളത്. മറ്റ് ചെറിയ റോഡുകൾ ഒരു 12 റോഡുകൾ, തേവയ്ക്കൽ കാട്ടുപടി റോഡിന് 5.5 കോടി, എടത്തല തായ്ക്കാട്ടുകര റോഡിന് 5 കോടി, തുരുത്ത് റോഡിന് 4 കോടി, മംഗലപ്പുഴ പാനായിത്തോട് റോഡിന് 3.6 കോടി. അത്തരത്തിൽ 12 ചെറിയ റോഡുകൾക്ക്, ആശുപത്രിയുടെ വികസനത്തിന്, അതുപോലെ തന്നെ ശ്രീമൂലപുരത്ത് ചൊവ്വര, ചെങ്ങമനാട് എല്ലാമുള്ള സ്കൂളുകളുടെ നവീകരണത്തിന് കോടികൾ ആ രീതിയിൽ എല്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആലുവ നിയോജക മണ്ഡലത്തിലും സ്പർശിക്കപ്പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപ തന്നെയാണ് ഈ മണ്ഡലത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കപ്പെടുന്നത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യവസായ, വാണിജ്യ, വിനോദസഞ്ചാര, വിവര സാങ്കേതിക രംഗങ്ങളിൽ ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന എറണാകുളം നിയോജക മണ്ഡലത്തിലൂടെയാണ്.
കൊച്ചി നഗരത്തിന്റെ തിരക്കുകൾ മുതൽ ഗ്രാമീണതയുടെ ശാന്തത വരെ ഉൾക്കൊള്ളുന്ന ഈ നിയമസഭാ മണ്ഡലം കേരളത്തിന്റെ വളർച്ചയുടെ എഞ്ചിൻ കൂടിയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജില്ലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എറണാകുളം മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കേരള സർക്കാർ കിഫ്ബി വഴി നടത്തിയ എല്ലാ പദ്ധതികളും കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. വാട്ടർ മെട്രോ പോലുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ പദ്ധതികൾ അവയിൽ ചിലത് മാത്രമാണ്. കൂടുതൽ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നാല് പ്രാവശ്യം കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലറായിരുന്നയാളാണ്. അതായത് 20 വർഷക്കാലം പല സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്നു. ഈ നഗരത്തിൻ്റെ പ്രശ്നങ്ങളറിയാം, അത് പരിഹരിക്കേണ്ടതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ. പിന്നെ കൊച്ചി സ്മാർട്ട് മിഷന്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ നഗരത്തിൽ വന്നു. ഇതിലൊന്നും വ്യക്തിപരമായി ഈ ജനപ്രതിനിധികളുടെ ഒരു പങ്കുമില്ല. ഇത് ഗവൺമെൻറ് നേരിട്ട് നടത്തിയത്. അപ്പോൾ അങ്ങനെ കൊച്ചി സ്മാർട്ട് മിഷന്റെ പേരിൽ റോഡുകൾ നന്നാക്കി, നടപ്പാതകൾ ശരിയാക്കി, ആ നടപ്പാതകൾ കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി തീർക്കുന്നതിനുള്ള മാറ്റവും ഉണ്ടായി. മറ്റൊരു പ്രധാന മേഖല മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ മേഖലയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രശ്നങ്ങളുണ്ടായ ഒരു പ്രദേശമാണ് കൊച്ചി നഗരസഭ. ഞാൻ ദീർഘകാലം ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നാണ് കൊച്ചി നഗരസഭയിൽ. എനിക്കറിയാം ഈ പ്രശ്നം. അന്ന് ഞങ്ങൾ ഈ മാലിന്യവുമായി ഈ നഗരത്തിൻ്റെയും പുറത്തുമൊക്കെ ധാരാളം പ്രദേശങ്ങളിൽ മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ മുകളിൽ ഗ്രാവലടിച്ച് തൽക്കാലം നിലനിർത്തിയിരുന്നതാണ്. അതിന് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിനാണ് ബ്രഹ്മപുരത്ത് ഏക്കർ കണക്കിന് സ്ഥലം കൊച്ചിൻ കോർപ്പറേഷൻ സ്വന്തമായി വാങ്ങിച്ചത്. അന്ന് ഞാൻ ഹെൽത്ത് കമ്മിറ്റി ചെയർമാനാണ്. ഏതാണ്ട് 100 ഏക്കറോളം സ്ഥലം പല ഘട്ടങ്ങളിലായി വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഈ പ്ലാന്റുകളെല്ലാം ഉയരുന്നത്. ആ പ്ലാന്റുകളെല്ലാം ഫലപ്രദമായി പ്രവർത്തിച്ചാൽ മാത്രമേ മാലിന്യ നിർമ്മാർജ്ജനത്തിനും മാലിന്യ പ്രശ്നത്തിനും പരിഹാരവും ഉണ്ടാവൂ. ഇപ്പോൾ ഈ 27-ാം തീയതി ഗവൺമെൻറ് CBG പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകും. അതൊരു ചരിത്ര നേട്ടമാണ്. അത് കൊച്ചിൻ കോർപ്പറേഷനും ഗവൺമെൻറ്റും കൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. BPCLന്റെ സഹായത്തോടുകൂടി BPCL നിർമ്മിക്കുന്ന ആ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി മാലിന്യ നിർമ്മാർജ്ജനം, അതും ഖരമാലിന്യം സംസ്കരിക്കുന്നതിൻ്റെ അത് ഗ്യാസാക്കി മാറ്റും, വളമാക്കി മാറ്റും. അത് ശാസ്ത്രീയമായി നടപ്പാക്കാൻ പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട് നടത്തിയത്. മറ്റൊരു മേഖല ഗതാഗത പ്രശ്നമാണ്. പല പ്രാവശ്യമായി മുടങ്ങിക്കിടന്ന പല റോഡുകളുടെയും നിർമ്മാണം ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തൊരു റോഡാണ് തമ്മനം പുല്ലേപ്പടി റോഡെന്ന് പറയുന്ന എറണാകുളത്ത് സിറ്റിയിൽ MG റോഡ് തുടങ്ങി അത് വൈറ്റില അപ്പുറത്ത് ചക്കരപ്പറമ്പ് വരെ എത്തുന്ന നാഷണൽ ഹൈവേയിൽ എത്തിക്കാൻ കഴിയുന്ന, ബൈപ്പാസിൽ മുട്ടിക്കാൻ കഴിയുന്ന ഒരു പ്രധാന റോഡ്. അതിങ്ങനെ നീണ്ടു പോയി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ റോഡ് വരുന്നതോടുകൂടി പാലാരിവട്ടത്തിന് എറണാകുളത്തേക്ക് വരുന്ന ഒരു റോഡിന് സമാന്തര റോഡ് എന്നുള്ള നിലയ്ക്ക് ബൈപ്പാസിൽ നിന്ന് എറണാകുളത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതിൻ്റെ ബാക്കി സ്ഥലമെടുപ്പ് പരിപാടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊന്ന് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടുതല റെയിൽവേ ഓവർബ്രിഡ്ജ്, അതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. അത് കൊല്ലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതിയാണ്. വടുതല റെയിൽവേ ഓവർബ്രിഡ്ജ്, അറ്റ്ലാന്റിസ് റെയിൽവേ ഓവർബ്രിഡ്ജ്, ഷിപ്പ്യാർഡിന് തൊട്ടടുത്തുള്ള അറ്റ്ലാന്റിസ് റെയിൽവേ ഓവർബ്രിഡ്ജ്, അതുപോലെ തന്നെ വാത്തുരുത്തിയിലുള്ള ഐലൻഡ് റെയിൽവേ ഓവർബ്രിഡ്ജ്. ഈ 3 ഓവർബ്രിഡ്ജുകൾക്കും വേണ്ടിയുള്ള ദീർഘകാലമായ പോരാട്ടവും സമരവും നിവേദനവും നടത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ വടുതല റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമായി അതിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു.
എന്ന് മാത്രമല്ല അതിൻ്റെ ടെസ്റ്റ് ഫയലിങ്ങും മറ്റുമൊക്കെ നടപടി പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുക്കൽ നടത്തി ഇതെല്ലാം കഴിഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, 2017 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് 35 കോടി രൂപ കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പണി ആരംഭിക്കാൻ നിർദ്ദേശിച്ചതാണ്. RBDC ഏൽപ്പിച്ചു. RBDC അതിൻ്റെ നടപടികൾ തുടങ്ങി. പക്ഷേ ജനപ്രതിനിധികളുടെ നിസ്സഹകരണവും രാഷ്ട്രീയ മുതലെടുപ്പും കാരണം നീണ്ടുപോവുകയും അവസാനം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ അത് പ്രായോഗികമാവുകയും ചെയ്തു. ഇപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. ഏതാണ്ട് 58 കോടി രൂപയുടെ അടുത്ത് ചെലവ് വന്നു. അതും കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ചു. ഈ ജനപ്രതിനിധികൾ കിഫ്ബിയെ കളിയാക്കിയ ആളുകളാണ്. ഏത് കിഫ്ബി, എന്ത് കിഫ്ബി, ആര് കൊണ്ടുവന്ന കിഫ്ബി എന്ന് ചോദിച്ച ആളുകളാണ്. അപ്പോൾ അതിന് ഞങ്ങളന്ന് മറുപടി പറഞ്ഞു, ഇത് പുതിയതായി ഉണ്ടായ സാഹചര്യമൊന്നുമല്ല, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് കടമെടുക്കാൻ ബഡ്ജറ്റിന് പുറത്തുള്ള വരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ വികസന പ്രവർത്തനം നടത്താൻ കഴിയൂ. അതാണ് കിഫ്ബി എന്ന് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും ഇവർ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയും അതിനോട് നിസ്സഹകരണം കാണിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇത് നീണ്ടുപോയി. ജനറൽ ആശുപത്രിയിൽ കിഫ്ബിയുടെ പേരിൽ നിരവധി വികസനങ്ങൾ എറണാകുളത്ത് നടത്തി. അപ്പോൾ ഞാൻ ഗതാഗത പ്രശ്നം പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. റോഡ് ഗതാഗതത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ജലഗതാഗതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഈ കേരളത്തിലാണ്. അത് തുടക്കത്തിലും ഇപ്പോൾ ഏറ്റവും ഗുണം കിട്ടുന്നത് എറണാകുളം മണ്ഡലത്തിലാണ്. ടൂറിസം വികസിക്കുന്നത് മാത്രമല്ല, ഗതാഗതം ശരിയായ രീതിയിൽ അപകടരഹിതമായി കായലിലൂടെ ആ സന്തോഷത്തോടു കൂടി ജലഗതാഗത യാത്ര നടത്താൻ സൗകര്യമുണ്ട്. എറണാകുളത്ത് ഹൈക്കോടതിക്കടുത്തുള്ള ബോട്ട് ജെട്ടി ആധുനിക രീതിയിലുള്ള ബോട്ട് ജെട്ടിയാണ്. വിദേശ രാജ്യങ്ങളുടെ ബോട്ട് ജെട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഫെറി സർവീസിൻ്റെ കിടപിടിക്കത്തക്കതാണ് ഈ വാട്ടർ മെട്രോയുടെ സൗകര്യം. അതിപ്പോൾ മട്ടാഞ്ചേരിക്കും ഫോർട്ട് കൊച്ചിക്കും മാത്രമല്ല, ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് ചിറ്റൂർ പ്രദേശത്ത്, എറണാകുളം മണ്ഡലത്തിൽ തന്നെ ചിറ്റൂര് ബോട്ട് ജെട്ടി നിർമ്മിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. അതിന് വരാപ്പുഴക്ക് പോകും, അതുപോലെ തന്നെ ചേരാനല്ലൂർക്ക് പോകും, മുസറേസിൻ്റെ കോട്ടപ്പുറത്തേക്കും കൊടുങ്ങല്ലൂർക്കും ആ പദ്ധതി നീട്ടുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇനി എയർപോർട്ടിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വിനോദസഞ്ചാരികളെയും അല്ലാത്തവരെയും കൊണ്ടുവരാൻ കഴിയുന്ന വാട്ടർ മെട്രോ സർവീസ് പെരിയാറിലൂടെ വളരെ മനോഹരമായി തീരത്തുകൂടി കൊണ്ടുവരാൻ നമുക്ക് കഴിയും, കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതിൻ്റെ നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള തീരദേശ റോഡിൻ്റെ ജലഗതാഗതത്തിൻ്റെ ഈ ഉൾനാടൻ ജലഗതാഗതം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ല വരെ വരുന്ന ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ സഞ്ചാരം അതും കൂടി വരുമ്പോൾ ഈ വാട്ടർ മെട്രോൻ്റെ സർവീസും ഇത് ലോകത്തിന് തന്നെ വലിയ മാതൃകയാവുന്ന സിസ്റ്റമാണ്. അതിൻ്റെ കേന്ദ്രമായി എറണാകുളം മാറിക്കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്തതും ഈ LDF ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അതും അതിനുവേണ്ടിയുള്ള ജെട്ടി എറണാകുളം മണ്ഡലത്തിൽ തന്നെ 2 ജെട്ടികളാണ് ഇപ്പോൾ. ഹൈക്കോടതി ജെട്ടി മാത്രമല്ല, ചിറ്റൂര്, അതുപോലെ തന്നെ ചേരാനല്ലൂർ, ഇതെല്ലാം ഈ ബോട്ട് ജെട്ടിയുടെ പരിധിയിൽ വരും. അപ്പോൾ വാട്ടർ മെട്രോ വളരെ പ്രധാനപ്പെട്ട സംഘടന. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേക ക്യാൻസർ വാർഡ്, ജനറൽ ആശുപത്രിയോട് ചേർന്നൊരു ക്യാൻസർ സ്പെഷ്യാലിറ്റി വാർഡുണ്ട്. അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആശുപത്രിയുടെ മറ്റേ സൗകര്യങ്ങളും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഈ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. MLAയും MPയും ഒക്കെ ചില ബോർഡ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്തുന്നതല്ലാതെ കാര്യമായ വികസനത്തിലൂന്നിയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനവും നടത്തിയതായി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഞങ്ങൾക്ക് അനുഭവം. പിന്നെ മറ്റൊരു പ്രധാന സംഗതിയാണ് ഈ പറഞ്ഞ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിലും ഗവൺമെൻറ് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ നേതൃത്വവും സമരവും ഒക്കെ നടത്തിയത് നമ്മുടെ എറണാകുളത്ത് നിന്ന് തന്നെയാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരും പ്രൊഫസർ എം കെ സാനു അതുപോലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കളമശ്ശേരി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ കളമശ്ശേരിയിൽ ആരംഭിച്ചത്. അതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്. അതുപോലെ തന്നെ ഹൈസ്കൂളുകൾ ഡെവലപ്പ് ചെയ്തത് എടപ്പള്ളി ഹൈസ്കൂള്, എളമക്കര ഹൈസ്കൂള്, എറണാകുളത്തെ ഗേൾസ് ഹൈസ്കൂള്, SRV സ്കൂള്, ഇതെല്ലാം കിഫ്ബി ഫണ്ട് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വികസിപ്പിക്കാനും അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഗവൺമെൻറ് ഇടപെട്ടു. ഇവിടെയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലമായി പാർലമെൻറ്റിലും നിയമസഭയിലും പ്രതിനിധീകരിച്ചിട്ടുള്ള UDFൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള നേതാക്കന്മാരിൽ കാര്യമായ പങ്ക് സംഭാവനയൊന്നും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞാൻ മറ്റു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ കേരളത്തിൽ നിന്ന് 5 കേന്ദ്രമന്ത്രിമാരുണ്ടായി. എറണാകുളത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. കൊച്ചിയിൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നു. GCDA ഭരിച്ചിരുന്നു. ഇവരൊന്നും കാര്യമായ എടുത്തു പറയത്തക്ക ഒരു സംഭാവനയും ഈ മണ്ഡലത്തിനോ ഈ പ്രദേശത്തിനോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ ഗതാഗത പ്രശ്നത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. എറണാകുളം നഗരത്തിൽ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് സഹോദരനയ്യപ്പൻ റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് സഹായത്തോടുകൂടി, അതായത് സഹോദരനയ്യപ്പൻ റോഡ് വീതി കൂട്ടി നിർമ്മിച്ചത്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് റോഡെന്ന് പറഞ്ഞ് ഒരു റോഡ് GCDയുടെ ഓഫീസിൽ നിന്ന് വൈറ്റില വരെയും ഒരു സമാന്തര റോഡ് അതും ഉണ്ടായി. അതും ഗതാഗത പ്രശ്നത്തിൻ്റെ ഭാഗമായി കോർപ്പറേഷനും ഗവൺമെൻറ്റും മുൻകൈയെടുത്ത് ചെയ്തത്. അതുപോലെ തന്നെയാണ് എറണാകുളത്തിൻ്റെ കൊച്ചിയുടെ മേയറായിരുന്നു GCDA ചെയർമാനായിരുന്ന ബാലേന്ദ്രൻ മുൻകൈയെടുത്ത് നേതൃത്വം കൊടുത്തിട്ടാണ് കലൂർ കടവന്ത്ര റോഡും ഓവർബ്രിഡ്ജും നിർമ്മിച്ചത്. അതിലൊന്നും ഇവരുടെ ഒരു പങ്കും ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ പ്രസക്തമായി വന്നിട്ടുള്ളൊരു സംഗതി, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തുന്നതിന് വളഞ്ഞു തിരിഞ്ഞു വേണം ഇപ്പോഴും വരാൻ. എന്നാൽ റെയിലിന് സമാന്തരമായി ഒരു റോഡ് നിർമ്മിക്കുന്നതിന് നിരവധി തവണ നിവേദനവും അഭ്യർത്ഥനയും ഒക്കെ നടത്തിയിട്ടും ഇവർ മുൻകൈയെടുത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിൽ കൂടുതൽ ഭാഗം സ്ഥലവും ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. KSRTCയുടെ സ്ഥലമുണ്ട്, അല്പം റെയിൽവേയുടെ സ്ഥലമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്തിൽ നിന്ന് നോർത്തിൽ വരെ വളരെ എളുപ്പത്തിലെത്താവുന്നതാണ്. അത് എറണാകുളത്തിൻ്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനൊരു ഡീവിയേഷൻ കൂടിയാവും, ഒരു തിരിച്ചുവിടൽ കൂടിയാവും. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര വാണിജ്യപരമായും സാംസ്കാരികമായും ഏറെ സജീവമായ പ്രവാസ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന വേങ്ങര നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഈ ഊർജ്ജസ്വലമായ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കേണ്ടത് അത്യാവശ്യമാണ്. റോഡുകൾ, സ്കൂളുകൾ, സർക്കാർ സേവന കേന്ദ്രങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ വളർച്ചയുടെ വേഗതയ്ക്കൊപ്പം എത്തേണ്ടതുണ്ട്. ഈ വലിയ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും വേങ്ങരയുടെ മണ്ണിൽ പുത്തൻ വികസന മുന്നേറ്റം ഉണ്ടാക്കിയെടുത്തത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. ഇന്ന് UDFൻ്റെ മണ്ഡലമാണ് എന്നതുകൊണ്ട് യാതൊരുവിധ വികസന തടസ്സങ്ങളും നമ്മളെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. MLAയും അതുപോലെ ബഹുജനങ്ങളും ആവശ്യപ്പെടുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കഴിഞ്ഞ 4 കൊല്ലക്കാലത്തിനിടയിൽ അനുമതിയായിട്ടുണ്ട്. ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതെന്ന് മിനി ഊട്ടി പൂളാപ്പീസിൽ തുടങ്ങുന്ന റോഡ് ഏതാണ്ട് 12 കോടി രൂപയാണ് അതിനു വേണ്ടി നീക്കിവെച്ച് വർക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ കാരാതോടിൽ നിന്ന് പുള്ളിക്കൽ വഴി പോകുന്ന
മറ്റൊരു റോഡ് റബ്ബറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീക്കിവെച്ചു. കുളപ്പുറം മുതൽ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ നവീകരണത്തിന് ഫണ്ട് നീക്കിവെച്ചു. കുഴിപ്പുറത്ത് നിന്ന് കോട്ടയിലേക്ക് പോകുന്ന റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് നീക്കിവെച്ചു. പൂർത്തിയായി, അതിന് പ്രവർത്തനം പൂർത്തിയായതാണ്. ഈ ഇരിങ്ങല്ലൂരിൽ നിന്ന് കുഴിപ്പുറം വഴി ഒതുക്കുകൾ പോകുന്ന മേഖലയിൽ പുഴയോരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഏതാണ്ട് 2 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് റോഡ് ഉയർത്തി നവീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. വേങ്ങരയിൽ നിന്ന് ഹൈവേയിലേക്ക് NH-ലേക്ക് കയറാനുള്ള എളുപ്പമാർഗ്ഗമാണ് ചങ്കുവെട്ടി വേങ്ങര റോഡ്. അവിടെ ഇതുപോലെ തന്നെ വർഷക്കാലത്ത് ചളി കെട്ടി വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്ത് ഇൻ്റർലോക്ക് ഇടുന്നതിനോട് PWD മുഖാന്തരമുള്ള ഫണ്ട് കൊടുത്ത അത്രയും. അപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കുറേ പ്രധാനപ്പെട്ട വർക്കുകൾ നടന്നിട്ടുണ്ട്. മറ്റൊന്ന് പ്രധാനമായും വന്നിട്ടുള്ള സ്കൂളുകൾ നവീകരിക്കലാണ്. വേങ്ങര ബോയ്സ് ഹൈസ്കൂൾ 5 കോടി രൂപയാണ് നൽകിയത്. ഞാൻ എമൗണ്ട് പറയുന്നില്ല. വേങ്ങര ടൗൺ ഗേൾസ് സ്കൂൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. ടൗൺ സ്കൂള് ഇപ്പോൾ ജനറൽ സ്കൂളാണ്, അതിന് നീക്കിവെച്ചു. കുറുക ഹൈസ്കൂൾ വലിയോറ ചെനക്കൽ, അതിനിപ്പോൾ നേരത്തെ 3 കോടി അനുവദിച്ചു. ഇപ്പോൾ അത് ഒന്ന് ഫണ്ട് റിവേഴ്സ് ചെയ്ത് 3.95 ഏതാണ്ട് അംഗീകാരമായിട്ടുണ്ട്. അതുപോലെ ഊരകം പഞ്ചായത്തിൽ കാരാത്തോട് LP, ഊരകം പഞ്ചായത്തിൽ തന്നെ കിഴിമുറി LP സ്കൂള്, AR നഗർ പഞ്ചായത്തിലെ പുകയൂർ LP സ്കൂള്, ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ LP സ്കൂള്, ഒതുക്കുങ്ങൽ ടൗണിലെ ഹൈസ്കൂള്, മുണ്ടോത്തുപറമ്പിലെ UP സ്കൂള്, പറപ്പൂർ പഞ്ചായത്തിൽ ചോലക്കുണ്ട് LP സ്കൂള് തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്ക് 5 മുതൽ 1.25 കോടി മുതൽ 5 കോടി വരെയുള്ള ഫണ്ട് അനുവദിക്കുകയും ചിലതൊക്കെ പ്രവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ BRC കേന്ദ്രത്തിൽ BSCയുടെ കോമ്പൗണ്ടിൽ ഈ ഒട്ടിസം ജില്ലയിൽ തന്നെ ഒരു കേന്ദ്രമാണ്. ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പരിശീലനവും കാര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഓട്ടിസം സെൻറ്റർ, അത് വേങ്ങരയിൽ പണി പൂർത്തിയായിട്ടുണ്ട്. ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞില്ല, പക്ഷേ പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ഡലത്തിലെ ഒതുക്കുങ്ങൽ PHCക്ക് 2 തസ്തിക അനുവദിച്ചു. അത് പിന്നെ ഒരു വലിയ കാര്യങ്ങളാണൊന്ന്. മറ്റൊന്ന് ഈ കുന്നുംപുറമുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കോമ്പൗണ്ടിൽ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. കാലാകാലങ്ങളായി നമ്മുടെ വേങ്ങരക്കാരുടെ ആവശ്യമായിരുന്നു ഫയർ സ്റ്റേഷൻ വേങ്ങരയിൽ. അപ്പോൾ നേരത്തെ ഗവൺമെൻറ് അത് മുൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കുന്നുംപുറം PHCയോട് ചേർന്നതാണ് സ്ഥലമെടുത്തത്. അപ്പോൾ നാട്ടുകാർ വലിയ പ്രക്ഷോഭം ഉയർന്നതാണ്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയുടെ വികസനത്തിൽ തടസ്സമാകും. അതുകൊണ്ട് അതിന് പൊതുസ്ഥലം കണ്ടെത്താൻ വേണ്ടി ഉയർന്നു വന്നിരുന്നു. പാർട്ടിയുടെയൊക്കെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് PWDയുടെ കൈവശമുള്ള സ്ഥലം ഇപ്പോൾ സർക്കാർ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കുളപ്പുറത്ത് അനുമതിയായിട്ടുണ്ട്. നല്ലൊരു ഈ പ്രദേശത്ത് മഞ്ചേരിയാണ് മറ്റൊരു ഫയർ സ്റ്റേഷൻ, മലപ്പുറം മുണ്ടോർമ്പാണുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് അതൊന്നുള്ളത്. അപ്പോൾ ഇത്രയും. മറ്റൊന്ന് വേങ്ങരയിലെ ടൗണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ തന്നെ 20 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിൻ്റെ സർവേ, മണ്ണ് പരിശോധന സർവേയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ മണ്ഡലത്തിലേക്ക് വേണ്ടത് ഈ കടലുണ്ടിപ്പുഴ മണ്ഡലത്തെ നടുവിൽ കൂടിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേങ്ങരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ സ്ഥിരമായി കുടിവെള്ള പ്രശ്നം പല മേഖലയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പരിഹാരം കാണാനാവശ്യമായിട്ടുള്ള രൂപത്തിലേക്കുള്ള കടലുണ്ടിപ്പുഴയിലെ വെള്ളമടക്കം ഉപയോഗിക്കാവുന്ന വമ്പൻ പ്രൊജക്റ്റുകളാണ് ഇനി നമുക്ക് വേണ്ടത് വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് പ്രധാനമായി വേങ്ങര പ്രദേശത്ത് വന്നിട്ടുള്ളത്.
കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.